ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കൊമ്പൻ ചെറുക്കനെയും കൊണ്ടൊരു ട്രിപ്പ് പോവുകയാണ്. വേറെ എവിടെയില്ല, നമ്മൾ സുനിലിൻ്റെ വർക്ക്ഷോപ്പിലോട്ടാണ്. നമ്മുടെ വണ്ടി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറച്ച് വർക്ക് പെൻഡിങ് ആണ്. സോ നമുക്ക് ഇനിയിപ്പോൾ അവിടെ പോകണം. നാളെ ബസ്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗ്യാരേജിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടിക്കുന്ന എല്ലാ വണ്ടിയും തന്നെ മുതൽ ഇവിടെ ഇരിക്കുന്നത്. കാരണം സേഫാണ് ഇവിടെ. രാത്രി 12 മണിയായിട്ടുണ്ട്. അങ്ങേര് പറഞ്ഞ് ഇപ്പോൾ വന്നാൽ ഇപ്പോൾ വന്നാൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ വണ്ടി എടുത്തുകൊണ്ട് വരണത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കത്തില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് വണ്ടി കൊണ്ടുകൊണ്ട് പോകാം. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ ഇനിയിപ്പം ആരും വരാനില്ലല്ലോ. നമ്മളെ കിളിപ്പയ്യൻ ലോഡിങ് ആണ്. പയ്യൻ ചിലപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പിൽ കാണും. ഓക്കെ, അവൻ ചിലപ്പോൾ അടുത്ത ട്രിപ്പിൽ കാണും. ഉറപ്പിരുന്നില്ല, ചിലപ്പോൾ കാണും. കല്യാണമണ്ഡപത്തിൽ അവൻ കാണും. പിന്നെ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ഒന്നോ രണ്ടോ ആരെയും കമൻറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ റിപ്ലൈ അപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൊണ്ട് കഴിയുന്ന റിപ്ലൈ ഞാൻ അപ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും നമുക്ക് ഇതിൻ്റെ മൂട്ടിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. എപ്പോഴും നമുക്ക് വീഡിയോയും കാര്യങ്ങളും ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് ഇപ്പം ഞാൻ നല്ല സ്പീഡിലാണ് പോകുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇപ്പം എത്രയിലാണ് പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവർ 80 ആ ഒരു റേഞ്ചിലാണ് ഞാൻ പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട്. ഇപ്പം നമ്മൾ നേരെ എത്താറായിട്ടുണ്ട് സ്ഥലത്തേക്ക്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ചെടുത്ത് ഡ്രൈവ് ചെയ്യാൻ നല്ല വൈബാണ്. കൊമ്പൻ്റെ ബോംബെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. പിന്നെ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം മാപ്പ് ലോഡിങ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കിളിപ്പയ്യൻ അവൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബോങ്കോ എന്നാണ്. അവൻ ഉടനെ വരും. അവൻ വന്നാൽ പിന്നെ നമുക്ക് കാര്യം പറയാനൊക്കെ ആളുണ്ട്. ഇപ്പം നമ്മൾ വണ്ടിയിൽ കുറച്ച് വണ്ടി ഫറീഫിനോട് കൊടുക്കാം. ചിലപ്പം നാളെ കല്യാണത്തോടെ കഴിഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. കല്യാണോട്ടം രാവിലെയാണ്. ഇത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വൈകിട്ട് മറുവീടായിരുന്നു നിങ്ങൾ തെറ്റിയിരിക്കണമെന്ന് പറഞ്ഞാൽ വന്നു. ഇവിടെ മൊത്തം ഫില്ലാണല്ലോ. നമുക്ക് അപ്പുറത്തെ ടോളിൽ പോയി അടയ്ക്കാം. അപ്പുറത്തെ ടോളിൽ ഒരു ഒഴിവെങ്കിലും കാണാതിരിക്കൂല. ഉണ്ടാ ഒരു ഒഴിവുണ്ട്. ഈ ഒരു രണ്ടാമത്തെ ടോൾ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അത്യാവശ്യ ഗതിക്ക് നമുക്ക് ചിലപ്പം നമ്മുടെ ഈ അടുത്തൊന്നിട്ടായിരിക്കും ടോൾ കാണുന്നത്. അപ്പം അങ്ങനത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് ചവിട്ടി ബ്രേക്ക് പിടിക്കാത്തതുകൊണ്ട് ഇപ്പുറത്തും ടോളുണ്ട്. സമാധാനത്തോട്ടൊന്ന് നമുക്ക് ബ്രേക്ക് പിടിക്കാം. അല്ലാതെ ടോളടയ്ക്കാതെ മുങ്ങുക എന്ന് വേണ്ടി വച്ചേക്കുന്ന റോഡല്ല അത്. ഞാൻ ആദ്യം കണ്ടപ്പോൾ അങ്ങനെയാണ്. പക്ഷേ പിന്നെ സ്ഥിരമായി വന്നതുകൊണ്ട് മനസ്സിലായി ഞാൻ ഇങ്ങനത്തെയാണ് വരണത്. കാരണം അപ്പുറത്തും ഫില്ലായ അപ്പുറത്ത് നമുക്ക് കയറി വരാമല്ലോ. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ കൊമ്പൻ ചെറുക്കൻ ലുക്ക് വേറെ. നമ്മൾ അധോലോകം ഡ്രൈവ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചായിരുന്നേ. അധോലോകം അറിയാമല്ലോ, ഇപ്പം നമ്മളെ കയ്യിലില്ല. പയ്യൻ മിനിങ്ങാന്ന് ഷെഡിൽ വന്നായിരുന്നു. ഒരു പയ്യൻ തിരിച്ച് കർണാടകയിലോട്ട് പോയി. അധോലോകം എന്നാലും നമ്മളെ കാളിയ ഉടനെ റിലീഫാവുമെന്ന് എല്ലാവർക്കും അറിയാം. പയ്യനെ നമുക്ക് ഒരു അടിപൊളി യാത്ര കൊണ്ടുപോകണം. പയ്യനെ കിട്ടിയാൽ പിന്നെ നമ്മൾ എല്ലാവരും ഓട്ടി. കാളിൻ്റെ ഈ ഇടയ്ക്കുള്ള ചേഫിൻ്റെ അതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഓക്കെ, നമ്മളെ സുനിയണ്ണൻ്റെ വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കയറണം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കയറുക. എന്നിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കയറണേ. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റ് സ്ട്രൈറ്റ് പോവല്ലേ. അപ്പം ഇത് ഇദ്ദേഹത്തിൻ്റെ പമ്പാണ്. അപ്പം നമ്മളെ ഇവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടായിരിക്കും നാളെ പോകുന്നത്. ഇതാണ് സ്ഥലം. നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് പാർക്ക് ചെയ്യാം. അദ്ദേഹം പറഞ്ഞ് അങ്ങോട്ടിടാനാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെയിട്ട് വളയ്ക്കാം. വണ്ടിയിൽ ഒരു ലോറിയുണ്ട്. അത് എന്തായാലും പണിക്ക് വേണ്ടി ഇട്ടേക്കണായിരിക്കും. ചെറിയ ബ്രേക്കിൻ്റെ പ്രശ്നമോ ലൈറ്റ് വർക്ക് അങ്ങനെ വല്ലതും ചെയ്ത്. ഇവിടെ നമ്മളെ കൊമ്പൻ്റെ എല്ലാ വണ്ടിയും ഇവിടെ തന്നെയാണ്. ഫൗണ്ട് വർക്കായാലും എല്ലാവർക്കും, ഫൗണ്ടായാലും ഓക്കലായാലും എല്ലാം. സ്കെർട്ട് തട്ടുമോയെന്നൊരു പേടിയുണ്ട്. ലിപ്പ് ചിലപ്പോൾ തട്ടും, അല്ലെങ്കിൽ തട്ടത്തില്ല. അതായത് നമ്മളെ വണ്ടിയും കാട്ടി താഴ്ചയുള്ള വണ്ടി ഒരു ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടി വേണ്ട. അങ്ങനെയാണ് അദ്ദേഹം. കിളി പോലും ഇല്ല. എനിക്ക് ആദ്യം പേടിയായിരുന്നു. നമ്മളെ കിളി ഇല്ലാത്തതുകൊണ്ട് ഇനി എങ്ങനെ വണ്ടി ഇറക്കും. ആ തലയെടുപ്പ് നെറ്റിപ്പൊട്ടലുണ്ടായിരുന്നെ പൊളിച്ചേ. ഓക്കെ, നമുക്ക് വണ്ടി ഒറ്റ ബ്രേക്ക് പിടിച്ച് റിവേഴ്സ് എടുത്ത് അങ്ങ് സ്ട്രെയിറ്റ് അടിച്ചങ്ങ് ഒതുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ തലയെടുപ്പ് വണ്ടിയിലല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണേ. വണ്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ലൈക്ക് ചെയ്യുക. നാളെ കല്യാണം ഓട്ടത്തിൽ വെച്ച് നമുക്ക് കാണാം. സോ സൈനിങ് ഔട്ട്.
IP ഫ്ലാവ ബ്ലോഗ്സ് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാ മച്ചാന്മാർക്കും ബൈ.